വെറും 3 തുള്ളി മാത്രം മതി നിറം വെക്കാനും പാടുകളും കലകളും മാറി ഫുൾ ബോഡിക്ക് മാറ്റം നൽകാൻ ഒരു മാജിക് സംഭവം എന്താണെന്നുള്ളത് പറയാം. സ്കിന്നിന് നിറം വെക്കാൻ ഇന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഗ്ലൂട്ടാത്തോൺ ട്രീറ്റ്മെന്റ്. ഇനി വരുന്ന കാലത്ത് എല്ലാവരും കൊറിയക്കാരെ പോലുള്ള സ്കിൻ നേടാൻ വേണ്ടി അവർ ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പണം ചെലവാക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറും. അത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ദോഷമുണ്ടാകുന്നതാണ്. എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതെന്ന് പറയുന്നത് നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ പോലൊക്കെ ആകണമെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് നാച്ചുറലാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സ്കിന്നിന് തിളക്കം വെപ്പിക്കുന്ന ഗ്ലൂട്ടാത്തോണിന്റെ ആ ഒരു ഓയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഗ്ലൂട്ടാത്തോൺ ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഗ്ലൂട്ടാത്തോൺ ഓയിൽ നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു ഓയിൽ നിങ്ങൾ ഒരു മാസമെങ്കിലും നിങ്ങളുടെ ഫുൾ ബോഡിയിലും ഫേസ് സ്കിന്നിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. സ്കിന്നുണ്ടാവുന്ന ചുളിവ്, ടാന്, പിഗ്മെന്റേഷൻ എന്താണോ നിങ്ങളെ അലട്ടുന്നത് ആ പ്രശ്നങ്ങളെയൊക്കെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിൻ വെട്ടിത്തിളങ്ങാൻ സാധിക്കുന്ന ഗ്ലൂട്ടാത്തോൺ ഓയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എന്തായാലും ആ ഒരു ഓയിൽ തയ്യാറാക്കാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടാനും നിങ്ങൾ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തോൺ ഓയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇന്ന് പല മാർഗങ്ങളിലൂടെയും ഗ്ലൂട്ടാത്തോൺ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഫുഡിലൂടെയും ഇഞ്ചക്ഷനിലൂടെയും എക്സെട്ര പല ട്രീറ്റ്മെന്റിലൂടെയൊക്കെ നമുക്ക് ശരീരത്ത് ഗ്ലൂട്ടാത്തോണിന്റെ അളവ് കൂട്ടിയെടുക്കുകയും അതുമൂലം സ്കിന്നിന്റെ നിറം വെപ്പിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ശരീരത്തിന് പല രീതിയിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നതാണ്. എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഫുഡിലൂടെയും കൂടാതെ തന്നെ നമ്മൾ ചെയ്യുന്ന നാച്ചുറൽ കാര്യങ്ങൾ കൂടിയാണ് എപ്പോഴും നല്ലത്. ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു ഓയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ സ്കിന്നിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി. സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ഗ്ലൂട്ടാത്തോൺ ഓയിൽ തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. ഓയിൽ തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. നമുക്ക് വേണ്ടത് മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് വേണ്ടത്. ആൻറ്റി ഓക്സിഡൻ്റ് കലവറ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ടിനകത്ത്. പിന്നെ വേണ്ടത് മീഡിയം വലിപ്പത്തിലുള്ള 2 ക്യാരറ്റാണ് വേണ്ടത്. ക്യാരറ്റിനകത്ത് ആൻറ്റി ഓക്സിഡുകൾ, വിറ്റാമിനുകൾ, പിന്നെ കൂടാതെ തന്നെ ഫൈബർ, പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ പെട്ടെന്ന് തന്നെ നമ്മുടെ നിറം വെപ്പിക്കാൻ നമ്മുടെ ക്യാരറ്റിൽ നിന്നും സാധിക്കുന്നതാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. കസ്തൂരി മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ തിളക്കം വെപ്പിക്കാനും ഉലുവയിൽ നിന്നും സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം വലിപ്പത്തിലുള്ള നമ്മുടെ സെനമൺ എന്ന് പറയുന്നത് നമ്മുടെ കറുകപ്പട്ട, അത് വേണം. കറുകപ്പട്ട നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ടാൻ റിമൂവ് ആക്കാനും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാനും കറുകപ്പട്ടയിൽ നിന്ന് സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. എന്നാലേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിസൾട്ട് നൽകുന്ന ആ ഒരു വൈറ്റനിങ്, അതായത് ഗ്ലൂട്ടാത്തോൺ ഓയിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുള്ളൂ. ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കണം. ഞാനും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അങ്ങനെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും നമ്മുടെ ബീട്രൂട്ടും ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ചെറിയ രീതിയിൽ ആ ഒരു നനവുണ്ട്. അത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇത് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കാറുള്ളൂ. എന്തായാലും ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. തീ കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കാൻ. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി തീ കൂട്ടിയിട്ട് ഒരു കാരണവശാലും ചെയ്യല്. എന്തായാലും ഞാൻ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു വെള്ള നനവെല്ലാം ഒന്ന് മാറ്റിയെടുക്കട്ടെ. അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടിയും കറുകപ്പട്ടയും ഉലുവയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ എടുക്കാം. ഞാനിവിടെ
250 ml ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. തീർന്നതിന് ശേഷം ബാക്കി നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തിരിക്കുന്ന അളവ് നമ്മൾ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ അളവ് അന്നേരം കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഓയിൽ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും അത് ചേർത്തേക്കുന്നത് എല്ലാം ഒന്ന് മൂത്ത് വരും. മൂക്കുന്നിടം വരെ നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സംഭവം എല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ചേർത്ത എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂണോളമാണ് ഫ്ലാക്സ് സീഡ് ചേർക്കേണ്ടത്. ഇനി ഇത് നല്ല പോലെ ഫ്ലാക്സ് സീഡും ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലാക്സ് സീഡ് നമ്മൾ ആദ്യമേ തന്നെ ഇടാൻ പാടില്ല. അത് കിടന്ന് അത് പെട്ടെന്ന് തന്നെ മൂത്തു പോകും എണ്ണയ്ക്കകത്താകുമ്പോൾ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഒന്ന് ബാക്കി ചേർത്തെല്ലാം മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്ലാക്സ് സീഡ് ഇടാൻ പാടുള്ളൂ. ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനി നല്ല പോലെ ഇത് ഇളക്കി നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ഉള്ള കളറൊന്ന് ചേഞ്ചായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സംഭവം ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു കൊന്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കാലയിലേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു റിസൾട്ട് ഞാൻ കാണിക്കാം. എൻ്റെ കാലിൻ്റെ കളറൊക്കെ നിങ്ങൾ കണ്ടോ? ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു കൊന്തോടുകൂടിയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാനും പറ്റും. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങളുടെ ഫുൾ ബോഡിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഫേസിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാനൊരു ബാത്തിങ് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. അത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓയിലിട്ട് 1 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ ബാത്തിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് അത് കഴുകി മാറ്റാനായിട്ട് പോകുന്നത്. അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ ഒരു 2 മിനിറ്റെങ്കിലും വെക്കണം. 2 മിനിറ്റിന് ശേഷം കഴുകുമ്പോൾ ഉള്ള ഒരു സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂടിയത് നിങ്ങൾ കണ്ടോ? ലൈവായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഒരു ഫേക്കായിട്ടൊന്നും അല്ല. നല്ല പോലെ സ്കിന്നിന് മാറ്റമുണ്ട്. 2 കാലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അടിപൊളിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഞാനിത് പറഞ്ഞു കൊടുത്ത് എല്ലാവരും ചെയ്ത് അവർക്കൊക്കെ മാറ്റം കിട്ടിയതാണ്. നിങ്ങൾക്കും മാറ്റം കിട്ടും, ഉറപ്പാണ്. കണ്ടോ, ഗ്ലൂത്താത്തോൺ ഓയിലൊക്കെ തയ്യാറാക്കിയത് കണ്ടല്ലോ. ഉറപ്പായും കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ. 100% നിങ്ങളുടെ സ്കിന്നിന് നിറം വെപ്പിക്കാൻ ഈ ഒരു ഗ്ലൂത്താത്തോൺ നമ്മുടെ ഓയിലിൽ നിന്ന് സാധിക്കും. നാച്ചുറൽ ആയതുകൊണ്ട് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ഓയിൽ നമ്മൾ നിർത്തിയാലും സ്കിൻ പഴയതുപോലെ ആകുക പോലും ചെയ്യില്ല. സ്കിന്നിന് നല്ല തിളക്കം വെപ്പിക്കാൻ കെമിക്കൽ ഒന്നും ചെയ്യാതെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ഒരു ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും കൂട്ടുകാരൊന്ന് ചെയ്തു നോക്കണേ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയാനും കൂടി മറക്കല്ലേ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം. ബൈ.